പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവാന്വേഷണം എന്നുള്ളതാണ്. ദൈവാന്വേഷണം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണമല്ല. അത് നമുക്കൊക്കെ അറിയാം. ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഒരു നല്ല സ്വഭാവമായി, പുണ്യമായി, സുഹൃത വഴികളിലൂടെ നടക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമായി അനേകം സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജെറമിയായുടെ പുസ്തകത്തിൽ 29 അധ്യായത്തിൽ 13 തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദൈവാന്വേഷണത്തിന് ഒരു പ്രത്യേക ചൈതന്യവും കൂടെ കൂട്ടിച്ചേർത്താണ് അവിടെ ജെറമിയ വഴി ആ വചനം നൽകിയിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മൾ ദൈവാന്വേഷികളാകുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണമല്ല. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ള പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ദൈവാന്വേഷണമാണോ ഇത്? ഈശ്വരനുണ്ടോ ഈശ്വരൻ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോ, എവിടെയാണ് ഇങ്ങനെയുള്ള അന്വേഷണം? സത്യത്തിൽ ബുദ്ധിപരമായ ഒരു അന്വേഷണമാണ്. പക്ഷെ ബൈബിളിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവാന്വേഷണം ആത്മീയമായ ഒരവസ്ഥയാണത്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മോട് എന്ത് പറയാനുണ്ട് എന്നുള്ള അന്വേഷണം അതിൻ്റെ ഒരു ഭാഗമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ള അന്വേഷണവും അതിൻ്റെ കൂടെ പോകും. നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ചരിത്ര ഗതിയിലുണ്ടാകുന്ന പല സംഭവങ്ങളും, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മെ ആശങ്കയ്ക്കും ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും ഒക്കെ അധീനരാക്കുന്ന അനേകം സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാ നടുവിൽ ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം ഇവിടെ എന്താണ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ദൈവം തരാൻ പോകുന്ന ദൈവിക വെളിപാട് എന്താണ് എന്ന് ഞാൻ ദൈവ തിരുമുമ്പിലേക്ക് ചെന്ന് ദൈവ തിരുമുഖത്ത് നോക്കിയിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരവസ്ഥയെ ദൈവാന്വേഷണം എന്ന് വിളിക്കാം. അവിടെയാണ് ജെറമിയ പ്രവാചകൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത്: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എന്നിട്ട് ദൈവം കൂട്ടിച്ചേർക്കുകയാണ്: നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കും. അവിടെ എൻ്റെ അന്വേഷണം, അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഔദാര്യപൂർണമായ ഒരു ഇടപെടലിലൂടെയാണ് അത് സഫലീകരിക്കപ്പെടുന്നത്. ആ ഫലം പ്രാപിക്കാനായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് ദൈവം നമ്മുടെ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് തരുന്ന ഒരു വെളിപാടിലൂടെയാണ്. അവിടെ എൻ്റെ ഒറ്റയ്ക്ക് കഴിവല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവം അതിൽ അത്ഭുതകരമായി ഇടപെടുകയാണ്. അത്ഭുതകരമായി ദൈവം ഇടപെടണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടി ആത്മീയമായിട്ട് നമുക്ക് ആഴത്തിലേക്ക് പോയി ഒന്ന് ചിന്തിക്കാം. മുൻവിധികളില്ലാതെ ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന പലരും, ദൈവതിരിഹിതം തേടുന്ന പലരും അവരുടെ ചില ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയായിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഒരാൾ എല്ലാ ദിവസവും
ഒരു 3 മണിക്കൂർ ഞങ്ങളുടെ ചാപ്പലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പെയിന്റിങ് ജോലിക്കാരനാണ് അദ്ദേഹം. ഞങ്ങളുടെ അവിടെയുള്ള കേടായ ഇരുമ്പ് കസേരകളൊക്കെ സ്പ്രേ പെയിന്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് വളരെയേറെ ആത്മീയമായിട്ട് ഉന്നതിയിലെത്തി നല്ല ജീവിതം നയിക്കുന്ന ആളും. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം എല്ലാവരോടും പങ്കുവെച്ചോളാൻ അദ്ദേഹം എന്നെ അനുവദിച്ചിട്ടുള്ളതുമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം തുറന്ന് ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അദ്ദേഹം എന്നും ഇൻസെക്യൂരിറ്റി ഫീലിൽ കഴിയുന്ന ഒരാളാണ്. അരക്ഷിത ബോധം, സാമ്പത്തിക ദുരിതമുണ്ട്, ജോലി ചെയ്ത് വരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്നും ഒരു സാമ്പത്തിക ക്ലേശമാണ്. ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ ഈ പറഞ്ഞ കഥാപാത്രം. അദ്ദേഹം അടുപ്പിച്ചൊരു 30 ദിവസം ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം തീരുമാനം ചെയ്തു. അദ്ദേഹം എന്നോടത് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കറിയാം. ആത്മാർത്ഥതയോടെ, ഏകാഗ്രതയോടെ ബൈബിളും 1-2 പ്രാർത്ഥന പുസ്തകങ്ങളും ഒരു ഗാന പുസ്തകവും മുമ്പിലെടുത്തു വെച്ച് അവിടെ ഇരുന്ന് ആ 1-2 മണിക്കൂറും യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യില്ല. അവിടെ ആരൊക്കെ ഇരിക്കുന്നു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കില്ല. ഇടയ്ക്ക് ഇറങ്ങിപ്പോകില്ല. 2 മണിക്കൂർ നേരം ഒരൊറ്റ ഇരിപ്പാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം പോലും ഇരുന്ന് ഉറങ്ങുമൊന്നുമില്ല. ഞാൻ പലതവണ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കണ്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അടുപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദിവസം അവിചാരിതമായി അദ്ദേഹം പ്രാർത്ഥന പൂർത്തിയാക്കി ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് അച്ഛാ, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പള്ളിക്കകത്ത് തുള്ളിച്ചാടണ്ടേ, എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈശോയുടെ ഒരു അടയാളം ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഈശോ എനിക്ക് സമ്മാനം തരികയാണെങ്കിൽ, പ്രതിഫലം തരികയാണെങ്കിൽ അതിനൊരു അടയാളമായി ഇപ്പം തന്നെ ഞാൻ കാണുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ കൊച്ചു മാത്യു അച്ഛനെ, ഈ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ മാത്യു ലോങ്കൽ അച്ഛനെ ഞാൻ കാണണം. ഈശോ 5 മിനിറ്റുള്ളിൽ ഞാൻ കാണുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നിയോഗത്താ പ്രാർത്ഥിക്കുന്നോ ആ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടില്ല ഞാൻ വിശ്വസിക്കും. ഇനി കാണുകയാണെങ്കിൽ അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ എന്താണ് നിയോഗം എന്ന് ചോദിച്ചു. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിന്റെ ബൈബിളിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ തുറന്നു. എന്നിട്ട് പറഞ്ഞു, തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്റെ നാമത്തിൽ നിങ്ങളെ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വചനമുള്ള ആ ഭാഗത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, വചനത്താൽ അഭിഷേകം കൊണ്ട് നിറഞ്ഞൊരു ലോട്ടറി ടിക്കറ്റ്. കാരണം ഇത് ബൈബിളിലായിരിക്കുന്നത്. എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് വളരെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു ലോട്ടറി ടിക്കറ്റ്. എൻ്റെ മക്കളുടെ, ഭാര്യയുടെ, അപ്പൻ്റെ, അമ്മയുടെ, അവരുടെ എല്ലാവരുടെ ആവശ്യങ്ങളെ സഹായിക്കാൻ, കടം വീടാൻ, ഇനി സുവിശേഷ വേല പൂർണ്ണമായി ചെയ്യാൻ, പെയിന്റിങ് ജോലിക്ക് നിർത്തി ചെയ്യാൻ ആവശ്യമായൊരു തുക എനിക്ക് കർത്താവ് തരുമെന്ന് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ അച്ഛനെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, 5 മിനിറ്റല്ല, അര മിനിറ്റിനുള്ളിൽ ഞാൻ അച്ഛനെ കണ്ടു. അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന ഫലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന അച്ഛ എന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് മുത്തുന്നു. എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വീണ്ടും കുനിഞ്ഞ് എൻ്റെ കാലെ പിടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് ശാന്തമാകുക, അധികം വികാരപരമായി അധികം ആവേശമൊന്നും കാണിക്കുക, ശാന്തമായിട്ട് അവിടെ കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ട് നിലത്തവിടെ ഇരുന്നു. തലകുമ്പിട്ടിരുന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഉടനെ ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അച്ഛനെ നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. വിശ്വാസത്തിന്റെ നിറവിൽ ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ നിറവിൽ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്ന് അടയാളം ചോദിച്ച് കർത്താവ് അടയാളം തന്നപ്പം അച്ഛന് എന്നെ നിരാശപ്പെടും. ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ലല്ലോ. വികാരപരമായി ഇത്തരം പ്രകടനം വേണ്ട, ദൈവാലയമാണിത്, ഒത്തിരി പേര് പള്ളി പ്രാർത്ഥിക്കുന്നു, അവർക്കൊക്കെ ഡിസ്ട്രാക്ഷൻ വരണ്ട. പിന്നെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ ചോദിക്കുന്ന ചോദ്യവും അത് ദൈവത്തിന്റെ തിരീതമാണോ ആവശ്യപ്പെടുന്നതെന്നൊക്കെ ആശ്രയിച്ചിരിക്കും ദൈവത്തിന്റെ മറുപടി. അതുകൊണ്ട് ഞാൻ അല്പം ശാന്തമാകാനേ പറഞ്ഞുള്ളൂ. ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി ആ പുറത്ത് ഓഡിറ്റോറിയത്തിലൂടെ എല്ലാം ഒന്ന് നടന്ന് ഒരു കൊന്തയൊക്കെ ചൊല്ലി അതൊക്കെ കഴിയുമ്പോൾ മുറി വന്ന് എന്നെ ഒന്ന് കാണണം. മുറി വന്നപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്ന് കർത്താവ് നൽകിയൊരു ഉറപ്പ്? അച്ഛൻ നോക്കിക്കോ, 8-ാം തീയതി എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് ഈ ലോട്ടറിക്ക് കിട്ടാൻ പോകുന്നത്, അച്ഛൻ ഉറപ്പായിട്ട് വിശ്വസിച്ചോളം പറഞ്ഞു. ഞാൻ ചുരുക്കി പറയട്ടെ,
അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചില്ല. ആ വലിയ തുകയെന്നല്ല, ഒന്നും കിട്ടിയില്ല, 5 രൂപ പോലും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പിന്നെ ഞാൻ കാണുന്നത് നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം ഈ മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച. അദ്ദേഹം തലയൊക്കെ നരച്ചിട്ടുണ്ട്, താടി വളർത്തിയിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഞാൻ മനസ്സിലായി, എനിക്ക് ഓർമ്മ വന്നത് ലോട്ടറി ടിക്കറ്റുമായി അച്ഛൻ്റെ മുമ്പിൽ നിന്ന ആ ആളാണ് ഞാനെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അപ്പം പറഞ്ഞു, ഞാൻ ഇന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിരിക്കുന്നത് എന്തുകൊണ്ട് അന്ന് കർത്താവ് എന്നെ ഇങ്ങനെ കബളിപ്പിച്ചു എന്ന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത്? കർത്താവ് ഞാൻ ഈ ചോദിച്ച അടയാളമല്ല എനിക്ക് തന്നിട്ട് എന്താ എന്നെ കബളിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലുള്ള ചില പ്രീ ഫിക്സ്ഡ് ഐഡിയ അല്ലെങ്കിൽ ഡിസയേഴ്സ്, ചില ആശയങ്ങൾ അല്ല ചില ആഗ്രഹങ്ങൾ മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചു വെച്ചിരിക്കുക. നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്, ആ പദ്ധതി നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും ചില പ്രൊട്ടസ്റ്റന്റ് വചനപ്രഘോഷകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ യാചിക്കാം, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ സൈക്കിളിന്റെ അളവ്, അതിന്റെ ഏത് കമ്പനി സൈക്കിൾ, ഏത് ബ്രാൻഡ് സൈക്കിള്, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ഏത് എന്നൊക്കെ പറഞ്ഞ് കൃത്യം പറഞ്ഞ് അങ്ങനെ അതിനെ ചോദിച്ച് വാങ്ങണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ബൈബിളിൽ അങ്ങനെ ഒരു ചൈതന്യം ബൈബിളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. തിരുസഭയുടെ ചൈതന്യം അതല്ല, വിശ്വാസികളുടെ ചൈതന്യം അതാകരുത്. നമുക്കിഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും കൂടിയുണ്ട്. ഒരു പക്ഷേ എന്നിലെ ജഡിക മനുഷ്യന്റെ താല്പര്യപ്രകാരമുള്ള ചില ആഗ്രഹങ്ങളായിരിക്കാം ഞാൻ പ്രാർത്ഥനയിൽ പറയുന്നത്. എന്നിലെ ജഡിക മനുഷ്യൻ എന്ന് പറയുന്നത് യേശുവിന്റെ ആത്മാവിന്റെ നിയന്ത്രണമില്ലാതെ, നിറവില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ചില ആഗ്രഹങ്ങൾ നമ്മിൽ വന്നെന്ന് വരാം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നന്മയായിട്ടുള്ളത് ആണെങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചു തരും. പക്ഷെ എല്ലാ നന്മയായിട്ടുള്ളതും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കിട്ടുന്നില്ല. കാരണം നമുക്ക് നന്മയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ നന്മയല്ലെങ്കിലോ, അതിനേക്കാൾ ഉപരി ഒരു നന്മ തരാനാണെങ്കിലോ. ഉദാഹരണത്തിന്, സൗദി അറേബ്യക്ക് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ എല്ലാം ശരിയായ ഒരു പെൺകുട്ടിക്ക് സമയമായപ്പോഴേക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, മെഡിക്കലി അൺഫിറ്റ് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അതോടുകൂടി അമ്മയും അപ്പനും എല്ലാം വളരെ ദുഃഖിച്ച് നിരാശപ്പെട്ട് തകർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു വാതിലടച്ചാൽ 9 വാതിൽ തുറന്നു തരും. ഞാനൊരു നമ്പർ പറഞ്ഞതേ ഉള്ളൂ, അതിന് ബിബ്ലിക്കലായി വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഒരു വാതിലടച്ചാൽ 9 വാതിൽ തുറക്കുമെന്ന് വെറുതെ സാഹിത്യ ഭാഷയിലങ്ങ് പറഞ്ഞു. ഒത്തിരി വാതിൽ തുറന്നു വരും എന്നും കൂടെ പറയാം. ഞാനങ്ങനെ പറഞ്ഞപ്പോഴേക്ക് അമ്മ പറഞ്ഞു, തൽക്കാലം ഒന്ന് കിടക്കാൻ വേണ്ടിയുള്ള ഒരു വാതിൽ പോലും തുറന്നു തരാതെ ഇനി 9 വാതിൽ കാത്തിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈ മകൾക്ക് സൗദി അറേബ്യയിൽ പോയി ജോലി ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വാതിൽ തുറന്നു തരും. നിങ്ങൾ നിഷ്കളങ്കരായി ജീവിക്കുന്നു, ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ലൗകിക ഭൗതികമായിട്ടുള്ള വ്യാമോഹങ്ങളൊന്നും ഇല്ലാത്തവരല്ലേ, നിങ്ങൾ എന്തിനു നിരാശപ്പെടുന്നത്? കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ ഉത്തരം കിട്ടുവോളം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞു കുറച്ച് വചനമെല്ലാം പറഞ്ഞു കൊടുത്തു. പൗലോസും ശീലാസും കൂടെ ദൈവത്തെ സ്തുതിച്ച കാര്യമെല്ലാം പറഞ്ഞു കൊടുത്ത് അവർ വിട്ടു. അവരാ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞു. IELTS പരീക്ഷയുടെ റിസൾട്ട് വന്നു, അപ്പോഴേക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഇപ്പൊ UK സെലക്ഷൻ കിട്ടി. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി അവിടെ പോയി ജോലി ചെയ്തു. UK തന്നെ ജോലിയുള്ള ഒരാളെ ഇവിടെ കേരളത്തിൽ വെച്ച് ആലോചന നടത്തി. അവർ നേരത്തെ കണ്ടുമുട്ടിയതല്ല, അവർ വിവാഹം കഴിഞ്ഞു. 2 പേരും ഇപ്പൊ 2 കുഞ്ഞുങ്ങളുമായിട്ട് UK താമസിക്കുന്നു. അപ്പൊ ഇപ്പൊ ആ പെൺകുട്ടി എന്നോട് പറയുകയാണ്, അമ്മ അന്ന് ഈ സൗദി അറേബ്യയിലേക്കുള്ള വിസ കിട്ടാതിരുന്നപ്പോഴേക്ക് എത്ര വലിയ ദുഃഖത്തിലും നിരാശയിലാണ് പൊട്ടിക്കരഞ്ഞത്. ഞാനും മനസ്സടിഞ്ഞു പോയായിരുന്നു. പക്ഷേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ സമയത്ത് തന്നില്ലെങ്കിൽ, ഞാൻ ചോദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള നന്മ നൽകാൻ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ തിരുമുമ്പിൽ ദൈവാന്വേഷണമായിട്ട് വരുന്ന ഒരു വ്യക്തി വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങളും പദ്ധതികളും ഉണ്ട്. അത് ദൈവം നടപ്പിലാക്കി തരണമെന്ന് ആഗ്രഹിക്കുക. ഞാനീ പറഞ്ഞ ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചയാള് ഈ ലോട്ടറിയിലൂടെയാണ് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് കാത്തിരുന്ന് തന്റെ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ആലോചിച്ചോ? അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അദ്ദേഹം അടയാളം ചോദിച്ചപ്പോൾ ദൈവം കൊടുത്തില്ലേ? അതൊരു അടയാളമായിരുന്നോ? കർത്താവെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരു അടയാളമായി എടുക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും
അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് പകരം ലോട്ടറി അടിച്ച് വെറുതെ പണം കിട്ടണമെന്ന ആഗ്രഹം തന്നെ തെറ്റല്ലേ? ലോട്ടറിയുടെ പണം കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ വരാനല്ല ഇത് പറഞ്ഞത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമത്തിന് പകരം ലോട്ടറി അടിച്ച് പണം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തേടുന്ന പലരുടെയും മനോഭാവം ഇതാണ്. ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേർച്ച കാഴ്ച സമർപ്പിക്കുന്നു, പെരുന്നാൾ നടത്തുന്നു, നൊവേന നടത്തുന്നു. എന്തിനാണ്? ചില ഭൗതികമായ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി. കിട്ടിയില്ലെങ്കിൽ ദൈവം ഇല്ല, അങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുന്ന സ്വഭാവം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ ഹൃദയത്തോടെ, അതും ബുദ്ധിയുടെ ലൗകികമായ ആഗ്രഹങ്ങളുടെ പിൻബലത്തോടെയല്ല. ബുദ്ധിക്ക് അവിടെ പ്രസക്തിയുണ്ട്. ബുദ്ധിശൂന്യമായ ഒരു ആഗ്രഹം പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ തെളിഞ്ഞു വരുന്ന, ആ ബുദ്ധിയുടെ സ്വാധീനമുള്ള മനസ്സിൽ ആഗ്രഹം വരുന്ന ഒരു കാര്യം അതെനിക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അതിനപ്പുറത്തോ അതിന് നേരെ വിപരീതമായൊരു അനുഗ്രഹമാണ് ദൈവം തരാൻ പോകുന്നതെങ്കിലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പുതു ചൈതന്യം ഉണ്ടാകട്ടെ. അതുപോലെ ദൈവാന്വേഷണം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ള തിരുവെളിപ്പെടുത്തലിന് വേണ്ടിയുള്ള കാത്തിരിപ്പും കൂടി ആകണം. അതിൻ്റെ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ഇച്ഛിക്കുന്നതും നമുക്ക് അനിവാര്യമെന്ന് നമ്മൾ കരുതുന്നതുമായ കാര്യങ്ങൾ ദൈവം ഇച്ഛിക്കുന്നതാണെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതേസമയം പുണ്യസമ്പാദനത്തിൽ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല വേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ ഫലങ്ങൾ നൽകുക, അങ്ങയുടെ പദ്ധതിയാണെങ്കിൽ അതെനിക്ക് തരണമേ, അല്ലെങ്കിൽ എനിക്ക് തരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം പുണ്യം എന്ന് പറയുന്നത് അത് അനിവാര്യമായതുകൊണ്ട് അത് ദൈവത്തിന്റെ ഇഷ്ടം തന്നെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് പുണ്യം തരണമേ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ദേഷ്യപ്രകൃതി മാറ്റി തരണമേ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വരം തരണമേ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും തരണേ. അങ്ങനെയല്ല, അതൊക്കെ അനിവാര്യമാണ്. അതിനുവേണ്ടി അതീവമായി ദാഹിക്കണം. ശ്വാസം കഴിക്കാൻ, ശ്വാസം മുട്ടിയിരിക്കുന്നയാൾ ശ്വാസം വലിക്കാനുള്ള എത്ര ദാഹത്തോടെയാ, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ആളൊന്ന് ശ്വസിക്കാൻ ആഗ്രഹിക്കുക. അതേപോലുള്ള തീഷ്ണതയുടെ ദാഹത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. അപ്പം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ, അതുപോലെ തന്നെ ദൈവാനുഗ്രഹം, അതുപോലെ തന്നെ പുണ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ദാഹങ്ങൾ, അവിടെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. അത് കിട്ടിയേ അടങ്ങുള്ളൂ. അത് കിട്ടാൻ വേണ്ടി തന്നെ ഒത്തിരി ദാഹിക്കണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവാന്വേഷണം, ദൈവത്തിന്റെ തിരുഹിതം അന്വേഷിച്ചറിയാനായിട്ടുള്ള നമ്മുടെ പരിശ്രമം ചില ലൗകികമായിട്ടുള്ള മേഖലകളിൽ ഒതുങ്ങരുത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുക എന്ന് പറയുമ്പോൾ ശുദ്ധ ഹൃദയത്തോടെ, ലോകത്തിന്റെ മോഹങ്ങളില്ലാതെ, ജഡികമായ ദാഹങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ലൗകികമായ നേട്ടം സ്വന്തമാക്കാമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാതെ പൂർണ്ണമായിട്ടും ദൈവതിരഹിതത്തിന് തലകുനിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുക. ജെറമിയ 29:13 വചനം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യും. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടുന്ന, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ തിരിഹിതം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന, മനസ്സുമടുക്കാതെ, മനസ്സ് തളർന്നു പോകാതെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കുമെന്നുള്ള പ്രത്യാശയോടെയും ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും പിടിച്ചു വെക്കാതെ അങ്ങേ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. ഇന്നത്തെ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാവരും ഈശോ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി അയക്കണമേ. കിടപ്പ് രോഗികളെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണേ കർത്താവേ. ആരെല്ലാം ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം തിരുവചനം ശ്രവിക്കുന്നുണ്ടോ, ആരെല്ലാം ഇപ്പോൾ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നുണ്ടോ, അവരിലേക്ക് കൃപയൊഴുക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകൾ, ജോലി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ വലയുന്നവര്, രോഗപീഠകളാൽ വലയുന്നവര്, പാപദുശീലങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കാതെ ക്ലേശിക്കുന്നവര്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും വളരാൻ പറ്റാത്തവര്, ദൈവവിശ്വാസത്തിൽ വളരാൻ സാധിക്കാതെ ക്ലേശിക്കുന്നവര്, അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങളിലും വീണ്
തകർന്നു പോകുന്നവര്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ വഴി എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിലൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവേ. കെട്ടുകൾ അഴിയട്ടെ, ഹല്ലേലൂയ. മുറിവുകൾ മാറട്ടെ, ഹല്ലേലൂയ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവേ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ, യേശുവേ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ, ഹല്ലേലൂയ. അനുഗ്രഹം നിറയട്ടെ, ഹല്ലേലൂയ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന പോൾ എന്ന സഹോദരന് 8 വർഷമായിട്ട് ഈ ഇടത് ചെവി പൂർണ്ണമായി ഡാമേജ്ഡ് ആയിപ്പോയി. അങ്ങോട്ടുള്ള നെർവ് അതുപോലെ വെയിൻ അതിനൊക്കെ ഡാമേജായി. ഇനി കേൾവി തിരിച്ച് കിട്ടുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞെന്നാണ് ഈ സഹോദരൻ പറയുന്നത്. ഇപ്പോൾ വലത് ചെവി അടച്ചു പിടിച്ച് എത്ര വർഷമായി ഇങ്ങനെ ഈ ഇടത് ചെവിക്ക് 8 വർഷം മുമ്പാണ് പരിശോധിച്ച് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും ശരിയാവത്തില്ല, കാരണം എന്താ? പിരിഞ്ഞു കിടക്കാണ് അതൊക്കെ പറഞ്ഞു. കാരണം എന്താ? അതിന് വെയിൻ വീക്കായി പോയതെന്ന് മാത്രമേ പറഞ്ഞോളൂ. സ്കാനൊക്കെ ചെയ്തതിന് ശേഷം. ഓപ്പറേഷൻ കൊണ്ട് ഫലമില്ലെന്ന് പറഞ്ഞു. അതെ, ഓപ്പറേഷൻ വേറെ എന്ത് ചെയ്താലും ഫലമില്ലെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കി. അതെ, അത് ഇപ്പോൾ ആ വലത് ചെവി അടച്ചു പിടിക്കുമ്പോൾ ഇടത് ചെവിയുടെ എല്ലാം കേൾക്കാൻ സാധിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ നിൽക്കുന്ന ഷിജുവിന് ഒരു സാക്ഷ്യം പറയാനുണ്ട്. കർത്താവ് നമ്മളെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സന്ദേശം നൽകിയത് ഉച്ച കഴിഞ്ഞുള്ള ആരാധനയുടെ അവസരത്തിൽ, ജോയിക്കുട്ടി ബ്രദർ നയിച്ചിരുന്ന ആരാധനയുടെ അവസരത്തിൽ, ദിവ്യകാരുണ്യ ആരാധന സമയത്ത് തന്നെ ഒരാളെ സുഖപ്പെടുത്തി. തൊണ്ടയ്ക്ക് കാര്യമായ അസുഖമുള്ള ഒരാളെ സുഖപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് ഈശോ എനിക്ക് സന്ദേശം നൽകിയത്. അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പം വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ഷിജു തന്നെ തൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. എൻ്റെ പേര് സിജോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തൊണ്ടയ്ക്ക് ഞരമ്പിൽ ചെറുതായിട്ടൊരു ബെൻഡുണ്ടായിരുന്നു. അത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ ശരിയായാലെന്നല്ല പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്താൽ ഒരിക്കലും ശരിയാകാൻ സാധ്യത കുറവാണ്. അത് കിട്ടിയാൽ ശരിയാവും, ചിലപ്പോൾ മൊത്തം ഉള്ള സൗണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 9 വർഷങ്ങളായിട്ടുള്ളതാണ്. അതായത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ. പേരെന്താ പറഞ്ഞേ? സിജോ പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത് തൊണ്ടയിലെ സാധാരണ ഞരമ്പുകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കേണ്ടിടത്ത് ഇത് വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിലൂടെ കാറ്റ് ശരിയായിട്ട് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വര തടസ്സമുണ്ടായതെന്നാണ് സിജോയോട് പറഞ്ഞിരുന്നത്. ഓപ്പറേഷൻ ചെയ്താൽ ഉള്ള സൗണ്ടും കൂടി പോകാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ സിജോയ്ക്ക് ഈ സൗഖ്യം കിട്ടിയത് ഇപ്പോൾ കൂടുതൽ സ്വരത്തിൽ പറയാനും ക്ലിയറായിട്ട് പറയാനും പറ്റുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അല്പം അവ്യക്തതയുണ്ട്. എങ്കിലും സിജോ ഒന്ന് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നേരത്തെ ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നല്ല സ്വരത്തിലൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 3 ഹല്ലേലൂയ സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. 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 നേരത്തെ ഇങ്ങനെ ഹല്ലേലൂയ പറയാൻ പറ്റില്ലായിരുന്നു, തടസ്സമായിരുന്നു. ആരാധനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എപ്പോഴത് തിരിച്ചറിഞ്ഞത്? പറഞ്ഞ മൈക്കിലൂടെ പറയൂ. പാട്ട് പാടിയപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റിയത്. 9 വർഷങ്ങളായി. ഇപ്പം വയസ്സെത്രയായി? 27. അതായത് 27 വയസ്സായി അല്ലേ? എത്ര ക്ലാസ് പഠിച്ചപ്പോഴേ ഇതുണ്ടായത്? അപ്പം 13 വയസ്സ് തുടങ്ങിയതാണ്. അപ്പം 10-16 വർഷമായല്ലോ. 16 വർഷം ഇല്ലേ? അപ്പോൾ 9 വർഷം എന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല. അപ്പോൾ 27 വയസ്സായെങ്കിൽ 10-16 വർഷമായി ഈ അസുഖമായിരുന്നു. വീട് എവിടെയാണ്? മംഗലാപുരത്ത്. ഓക്കെ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഞാൻ പഠിത്തം കഴിഞ്ഞു. ഞാൻ IT കഴിഞ്ഞു. എറണാകുളത്ത് ജോലിയായിരുന്നു. ഇപ്പോൾ ശരിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.